സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഇടപെട്ട് സുപ്രീം കോടതി. വൈസ് ചാൻസലറെ നിശ്ചയിക്കാനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ചാൻസലറോടും കോടതി നിർദ്ദേശിച്ചു. പേരുകൾ നാളെ നൽകാമെന്ന് സർക്കാർ അറിയിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അച്യുതൻ, ഈ വിഷയത്തിൽ എന്താണ് കോടതിയിൽ നടന്നത്? സർക്കാരും ചാൻസലറും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത തരത്തിൽ സങ്കീർണമായ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് കോടതി അതിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഈ പറയുന്ന സെർച്ച് കമ്മിറ്റി കോടതി തന്നെ രൂപീകരിക്കുക എന്ന അപൂർവ സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. എന്താണ് ഇക്കാര്യത്തിൽ കോടതിയിൽ ഇന്ന് നടന്നത്? വിജയകുമാർ, ഈ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം BC നിയമനം എന്തുകൊണ്ട് വൈകുന്നു എന്നതായിരുന്നു ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ചോദ്യം. താൽക്കാലിക BC നിയമനം എന്നുള്ളതല്ല, സ്ഥിരം BCകളെ അടിയന്തരമായി തന്നെ നിയമിക്കണം. ഇത് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോഴും സുപ്രീം കോടതി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവിടെ പ്രശ്നമായി ഉടലെടുക്കുന്നത് ഈ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം തന്നെയാണ്. അങ്ങനെ സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്, സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം അത് ആർക്കാണുള്ളത്? അപ്പോൾ ചാൻസലർ അവകാശപ്പെട്ടത് UGC ചട്ടപ്രകാരം അത് ചാൻസലറുടെ അധികാരമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരും അതേ വാദം തന്നെയാണ് മുൻനിർത്തിയത്. UGC ചട്ടം സർക്കാരിനാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം നൽകുന്നത് എന്നതായിരുന്നു. അങ്ങനെ ആ തർക്കത്തിനാണ് നിലവിൽ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സെർച്ച് കമ്മിറ്റി, സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം BC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി അത് സുപ്രീം കോടതിയായിരിക്കും രൂപീകരിക്കുക. 4 പേരുകൾ വീതം നൽകാൻ സംസ്ഥാന സർക്കാരിനോടും ചാൻസലറോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഒരാളെ UGC നോമിനിയായിട്ടായിരിക്കും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക. എന്തായാലും സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ശേഷം സെർച്ച് കമ്മിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ അത് ചാൻസലർ സർക്കാരുമായി കൂടിയാലോചിച്ചുകൊണ്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്നത്. ഒപ്പം തന്നെ താൽക്കാലിക BC നിയമനവും സംസ്ഥാനം ഇന്ന് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. അതിൽ സർക്കാരിൻ്റെ നിലപാട് ശരിയാണെങ്കിലും നിലവിൽ തർക്കങ്ങളിലേക്ക് ഇനി പോകരുത് എന്നതായിരുന്നു സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തിയത്. അതായത് താൽക്കാലിക BC നിയമനത്തിൽ ആ പേരുകൾ നൽകാനുള്ള അവകാശം സർക്കാരിനായിരുന്നു. പക്ഷേ അത് ഓഗസ്റ്റ് 1 ആ പേരുകൾ നൽകിയിട്ടും ചാൻസലർ സ്വന്തം തീരുമാനപ്രകാരം നിയമനം നടത്തുകയായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാരും ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ തർക്കങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അതിലൊരു തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്നത് തന്നെയാണ് സുപ്രീം കോടതി ഇടപെടൽ. എന്തായാലും നാളെ പേരുകൾ നൽകാമെന്ന് സംസ്ഥാനം അറിയിച്ചു. എന്നാൽ ചാൻസലർ പറഞ്ഞത് മികച്ച വ്യക്തികളെ തെരഞ്ഞെടുക്കുന്നതിലേക്ക് ചിലപ്പോൾ കൂടുതൽ സമയം ആവശ്യമായി വരും, അതെങ്കിൽ നാളെ അറിയിക്കാം എന്നതാണ് ചാൻസലറും ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, സെർച്ച് കമ്മിറ്റി കോടതി തന്നെ രൂപീകരിക്കുക എന്നത് ഒരു അസാധാരണ സാഹചര്യമാണ്. തർക്കം അത്രത്തോളം രൂക്ഷമായ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ആ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക എന്ന സാങ്കേതിക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതിലേക്കുള്ള പേരുകൾ നാളെ നൽകാം എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടിവരും എന്നാണ് ചാൻസലറുടെ വാദം. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.